ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊരു റൈസ് ലൈറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രോയിൽ ഞാൻ എന്താണ് ഈ റൈസ് ലൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 287 രൂപയ്ക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഓപ്പൺ ചെയ്യാമെന്ന് കരുതി. ഇതൊരു റൂം ഡെക്കറേറ്റിംഗ് ചെയ്യുന്ന ഒരു ലൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഇത് റിട്ടേൺ അയക്കണോ വേണ്ടതെന്നൊക്കെ നമുക്കത് കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ വല്ലാണ്ട് എക്സൈറ്റ്മെൻറ്റിലാണ്, ഇത് കാണാൻ വേണ്ടിയുള്ള തിടുക്കത്തിലാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്ക് കൂടി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ കവറിങ് കൂടി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇതിനകത്ത് ഇനിയും ഉണ്ട് ഒരു പാക്കിങ് കൂടി. ഇതും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇത് സംഭവത്തിൽ ഞാനൊരു ബാറ്ററി കണക്റ്റഡ് ഉള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു ചെമ്പ് കമ്പിയാണ് കേട്ടോ ഗൈസ്. ഇതിൽ ചെറിയ ചെറിയ ഡോട്ടായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു അടപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അതിൽ 3 ബാറ്ററി കണക്റ്റഡ് ആണുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിന് എത്രത്തോളം ലെങ്ത് ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് നോക്കാം. കണ്ടിട്ട് നല്ല ലെങ്ത് ഉള്ള പോലെ തോന്നുന്നു ഗൈസ്. ഇത് മുഴുവൻ ചുരുണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് ഫിറ്റിംഗ് കൂടി ചെയ്യണം. അതിനു മുമ്പ് നമുക്കിത് ബാറ്ററിയൊക്കെ ഇട്ടത് വർക്കിംഗ് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ സാധാരണ ക്ലോക്കിലൊക്കെ ഇടുന്ന 3 ബാറ്ററി എടുത്തിട്ടുണ്ട്. ബാറ്ററി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അടപ്പ് അടച്ചിട്ട് നമുക്കൊന്ന് ഓണാക്കി കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ ഓൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ലെഫ്റ്റിക്ക് നിൽക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓണാക്കാം. വാവ്, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. ഇത് ക്യാമറയിൽ എനിക്ക് തോന്നുന്നു ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ശരിക്കിത് എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ ഉള്ള ഫീലിംഗ് ഇതൊരു ചെറിയ പിങ്ക് കളറായിട്ടാണ് തോന്നിയത്. ഒരു പിങ്ക് ആൻഡ് യെല്ലോ ഷെയ്ഡുള്ള കളർ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു മെഴുകുതിരി എടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിഗം എടുത്തിട്ടുണ്ട്. സ്റ്റിഗം ഞാനിവിടെ മെഴുകുതിരി ഉരുക്കിയിട്ട് ഒട്ടിക്കുകയാണ്. സ്റ്റിക്ക് ഗണ്ണുള്ളവർക്ക് ഗണ്ണുപയോഗിച്ച് ഉരുക്കി ഒട്ടിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ എവിടെയാണ് ഈ ലൈറ്റ്സ് ഒട്ടിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ഗണ്ണിൻ്റെ വയറൊന്നും ചിലപ്പോൾ വലിപ്പം കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഉരുക്കി ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ സ്റ്റിഗം ഉപയോഗിച്ച് ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. സംഭവത്തിൽ ഇത് ചെമ്പ് കമ്പിയാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം അത് ഒട്ടിച്ചെടുക്കാൻ. അധികം മടങ്ങി പോകാനും അധികം വലിച്ച് പിടിച്ച് അങ്ങനെയൊന്നും ചെയ്യരുത്, ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോയാൽ നമ്മൾക്ക് പിന്നീട് ഇത് വർക്കാവില്ല ഗൈസ്. അപ്പോൾ റിട്ടേൺ അയക്കാനും പറ്റില്ല. അപ്പോൾ നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഡ്രോയിങ് ചെയ്തിട്ടുള്ള എൻ്റെ റൂമിലെ വാൾ സീനറിയുടെ മുകളിലായിട്ടാണിത് വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വാൾ സീനറീസ് ഒക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിൻ്റെ മുകളിലായിട്ടൊക്കെ വെക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ ഗൈസ്. ഇനി വാൾ സീനറി ഇല്ലാത്തവരുണ്ടെങ്കിൽ പ്ലെയിൻ ചുമരിൽ വെച്ചാലും മതി. അതിനിടയിൽ കുറച്ച് ആൽബംസൊക്കെ വെച്ച് ഒന്നുകൂടി സെറ്റപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിത് ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വാവ്, നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയുണ്ട്. ശരിക്കും മിന്നാമിന്നിയൊക്കെ കത്തി നിൽക്കുന്ന പോലെ. അപ്പോൾ ഇത് ഇപ്പോൾ ചുരുണ്ടുകൂടി നിൽക്കുമ്പോൾ കാണുന്നത് നല്ല രസമുണ്ട്. ശരിക്കും നമുക്കിത് ഒട്ടിച്ചെടുക്കണം. ഞാൻ ഈ വാൾ സീനറിയുടെ പിക്ക് ഇതിനു മുമ്പ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയിട്ട് കാണാം. ഇത് ഡ്രോയിങ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. അന്ന് ഞാനിതിൽ വലിയ ഫ്ലവേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു, പിന്നീട് ചെയ്തതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സീനറിയിലുള്ള ബ്ലാക്ക് ചില്ലകളിലാണ് ഈ ലൈറ്റ്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെമ്പ് കമ്പി ആയതുകൊണ്ട് ലൈറ്റ്സ് അവിടെ വെച്ചെന്ന് നമുക്ക് അറിയില്ല. ഓൺ ചെയ്യുമ്പോൾ അത് വളരെ ഭംഗിയാണ് കേട്ടോ ഗൈസ്. നോക്കൂ, അപ്പം ലൈറ്റ്സ് ഓഫ് ചെയ്യാം. ഓക്കെ, വാവ്, സൂപ്പറായിട്ടുണ്ട്. ശരിക്കും ലൈറ്റ്സ് ഓഫ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീലിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു സീനറി നമുക്കിപ്പോൾ ഒരു ലൈറ്റ്സൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഫോട്ടോഗ്രാഫ്സിനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം ഫോട്ടോഗ്രാഫ്സൊക്കെ ഇനി അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു സ്റ്റുഡിയോയിൽ പോയൊരു ഫീലിങ്സ് ആണ്. നമുക്ക് ഇനി സ്റ്റുഡിയോയിലൊന്നും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ റൂം തന്നെ ധാരാളമാണ്. അല്ലെങ്കിലും എൻ്റെ വീട്ടിലെല്ലാവരും ഫോട്ടോസ് എടുക്കാൻ കൂടുതലും എൻ്റെ റൂമിലെ ഈ ഒരു വാളിൻ്റെ അടുത്തേക്കാണ് വരാറുള്ളത്. നല്ല സീനറി പിക്ചറായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ട് തന്നെ ഫോട്ടോയിൽ കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാണ് വീട്ടിൽ. അപ്പോൾ ഞാനിത് ഒന്നുകൂടി കളറാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെറിയൊരു റൈസ് ലൈറ്റ് വാങ്ങിയിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ റൂമിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുക. നല്ല സ്റ്റുഡിയോ സെറ്റപ്പ് പോലെ നല്ല ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക. നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒരു ചെറിയ പേപ്പറിൽ സ്മൈലീസ് അതുപോലെ ചെറിയ ചെറിയ വേർഡ്സൊക്കെ ഞാൻ എഴുതിയിട്ട് ഇവിടെ ഓരോ ചില്ലകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെറും സാമ്പിളാണ് കേട്ടോ. നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്ന സ്ഥാനത്തൊക്കെ നമ്മുടെ ചെറിയ സൈസിൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ആൽബംസ്, നമ്മുടെ സ്വന്തം ആൽബംസ് ഇവിടെ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ നല്ല ഐവറി ഷീറ്റൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ വേർഡ്സ് സ്മൈലീസൊക്കെ വെച്ചാലും നന്നായിരിക്കും, സൂപ്പറായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ക്യാമറ ഇങ്ങനെ ഇളകി പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്നോട് ക്ഷമിക്കുക കേട്ടോ. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ എന്നോട് ക്ഷമിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.